ഹലോ ഫ്രണ്ട്സ്, ആലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇലക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചീര. നമ്മുടെ എല്ലാവരുടെയും തന്നെ അടുക്കളത്തോട്ടങ്ങളിലും ചീര കൃഷി ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മളെ അലട്ടുന്നൊരു പ്രധാന പ്രശ്നമാണ് ചീരയിലെ ഇലപ്പുള്ളി രോഗം. ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളെയാണ് രോഗം ആദ്യം ബാധിക്കുന്നത്. പിന്നെ കാണുന്നത് നനഞ്ഞ പാടുകൾ കാണാറുണ്ട്. പിന്നീട് ഈ പാടുകൾ വലുതായിട്ട് മുഴുവൻ ഇലകളെയും ബാധിച്ച ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വരും. മഴക്കാലങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ചുവന്ന ചീരയിലാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് പച്ചച്ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നട്ടാൽ ഇലപ്പുള്ളി രോഗം വരാതെ നമുക്ക് നോക്കാം. വിത്ത് നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് ലായനിയിൽ കുതിർത്ത് പരിചരണം നടത്തുന്നതും നല്ലതാണ്. ഇനി വിതച്ച് കഴിഞ്ഞ് പറിച്ച് നടുന്നതിന് മുമ്പായി 1 കിലോഗ്രാം പച്ചച്ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളിയെടുത്ത് തളിച്ചു കൊടുക്കുന്നതും ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കും. ശീമക്കൊന്നയുടെ ഇല പച്ചില വളമായിട്ടും ഇട്ടുകൊടുക്കാം. ഇനി ഇതിനെല്ലാം പുറമെ വീട്ടിലുണ്ടാക്കാവുന്ന വളരെ ഫലപ്രദമായ മാർഗമാണ് പരിചയപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, പാൽക്കായവും മഞ്ഞൾപ്പൊടിയും കൂടിയുള്ളൊരു മിശ്രിതമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 10 ഗ്രാം പാൽക്കായം 2.5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. പാൽക്കായം എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും, കുറഞ്ഞ പൈസയേ വരുന്നുള്ളൂ. നന്നായി അലിച്ചെടുത്ത് പാൽക്കായം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളത്തിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ 8 ഗ്രാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ലയിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ഗ്രാം സോഡാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ മിശ്രിതം നമുക്ക് അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിലാക്കി ചെടികളിൽ തളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തളിച്ച് കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ വേണം ഇത് തളിച്ച് കൊടുക്കേണ്ടത്. 2 ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗത്തിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം.